തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ ആറന്മുളയിൽ പ്രചരണ രംഗം സജീവമായി. ആദ്യ റൌണ്ട് പ്രചരണം പൂർത്തിയാക്കിയ ബിജെപിയാണ് പ്രചരണത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തുവന്നതോടെ ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജും മണ്ഡല പര്യടനം ആരംഭിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും കെ ശിവദാസൻ നായരും പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയ ആറന്മുളയിൽ പ്രചരണ രംഗം സജീവമായി. ബിജെപിയുടെ സജീവ സാന്നിധ്യവും വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വവും കൊണ്ട് ശ്രദ്ധാകേന്ദ്രമായ ആറന്മുളയിൽ പോരാട്ടം കടുക്കും. പാർട്ടിക്കുള്ളിൽ നിന്നുയർന്ന എതിർപ്പുകൾ മറികടന്ന സ്ഥാനാർത്ഥിത്വം ലഭിച്ച മാധ്യമപ്രവർത്തകയായ വീണ ജോർജ് പ്രചരണ രംഗത്ത് ആധിപത്യമുറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് നേടാനാണ് വീണയുടെ നീക്കം. 10 വർഷത്തെ വികസനമില്ലായ്മ ഈ മണ്ഡലത്തെ മുരടിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകാര്യത അതാണ് വ്യക്തമാക്കുന്നത്. ആറന്മുള മാറ്റം ആഗ്രഹിക്കുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ നൽകുന്ന സ്വീകരണം വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ബിജെപി മണ്ഡലത്തിൽ ഒരു റൌണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ബിജെപി സ്ഥാനാർത്ഥി MD രമേശ് മണ്ഡലത്തിൽ ദിവസങ്ങളായി സജീവമാണ്. താരപ്രചാരകരെ ഇറക്കി പ്രചരണ രംഗത്ത് മുൻതൂക്കം നേടാനാണ് ബിജെപിയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി സുരേഷ് ഗോപിയെ മണ്ഡലത്തിലെത്തിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മണ്ഡലത്തിലെ ബിജെപി പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയേക്കും. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ കെ ശിവദാസൻ നായരും മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ശിവദാസൻ നായർക്കായുള്ള ചുവരെഴുത്തുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തകൃതിയായി നടക്കുന്നുമുണ്ട്. ആറന്മുളയിൽ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്നത് മാത്രമല്ല, 2ഉം 3ഉം സ്ഥാനങ്ങളിൽ ആരൊക്കെയാകും എത്തുകയെന്നതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോ ദേവസ്യ, മീഡിയ 1, പത്തനംതിട്ട.